എല്ലാവർക്കും നമസ്കാരം. ഭഗവത്ഗീതയിലെ വളരെ മനോഹരമായൊരു ആശയമാണ് യോഗ കർമ്മസു കൗശലം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലെ ആ ഒരു വൈദഗ്ധ്യം, ആ ഒരു പൂർണ്ണത, അതെങ്ങനെയാണ് ഒരു യോഗമായി മാറുന്നത് എന്ന് നമുക്കിന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോ നമുക്ക് അടിസ്ഥാനപരമായ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? നമ്മൾ എന്നും ചെയ്യുന്ന ജോലികൾ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, ഇതൊക്കെ ഒരു ആത്മീയ സാധനയായിട്ട് മാറാൻ പറ്റുമോ? വെറുമൊരു കർമ്മം എന്നതിനപ്പുറം അതിനെ ഒരു യോഗമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുമോ? നമ്മുടെ പഴയ ഗ്രന്ഥങ്ങൾ ഇതിന് വളരെ വ്യക്തമായ ഒരുത്തരം തരുന്നുണ്ട്. നിങ്ങളുടെ ജോലിയിൽ കാണിക്കുന്ന ആത്മാർത്ഥമായ കഴിവും അർപ്പണബോധവുമുണ്ടല്ലോ, അതുതന്നെയാണ് യോഗം. ഇതെന്ന് പറഞ്ഞാൽ വെറുമൊരു ടെക്നിക്കൽ സ്കിൽ അല്ല കേട്ടോ. നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും ഒന്നാക്കി ചെയ്യുന്ന പ്രവൃത്തിയിൽ നമ്മളങ്ങോട്ട് ലയിച്ചു ചേരുന്നൊരവസ്ഥ. അപ്പൊ പിന്നെ കർമ്മം ഒരു ഭാരമേ അല്ല, അതൊരു ധ്യാനം പോലെയാവും. ശരി, അപ്പോൾ നമുക്ക് ഈ വിഷയത്തിലേക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. കർമ്മയോഗം എന്താണെന്ന് തുടങ്ങി അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ കൊണ്ടുവരാം, അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് ഓരോന്നായി നോക്കാം. യഥാർത്ഥ കർമ്മയോഗം എന്ന് പറഞ്ഞാൽ വെറുതെ എന്തെങ്കിലും ജോലി ചെയ്യുക എന്നല്ല. അത് നമ്മളെ തന്നെ മെച്ചപ്പെടുത്താനും സ്വയം രൂപപ്പെടുത്താനും ആത്മീയമായി വളരാനുമുള്ള ഒരു വഴിയാണ്. നമ്മുടെ ഓരോ ചിന്തയും വാക്കും പ്രവൃത്തിയും ഇതിന്റെ ഭാഗമാണ്. ഇതൊരു തുടർ പ്രക്രിയയാണ്. നമ്മൾ നിരന്തരം നമ്മളെ തന്നെ നവീകരിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ പ്രവൃത്തികളില് മിടുക്കരാവുന്നതിനു മുൻപ് നമ്മൾ നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ പഠിക്കണം. അതിനാണ് ആത്മസാധന എന്ന് പറയുന്നത്. നമ്മളെപ്പറ്റി തന്നെ ഒരു ബോധമില്ലാതെ, നമ്മുടെ കഴിവുകളും കുറവുകളും മനസ്സിലാക്കാതെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ലോകത്തിലെ എല്ലാ മഹാന്മാരും ഈ ഒരു വഴിയിലൂടെയാണ് കടന്നുപോയത്. ഈ ആത്മപരിശീലനത്തെ ജീവനസാധന എന്നും പറയാം. ഇതിന് പ്രധാനമായും 4 ഘട്ടങ്ങളുണ്ട്. ഒന്നാമതായി, നമ്മുടെ കുറവുകൾ, നമ്മുടെ ദുശ്ശീലങ്ങൾ, നമ്മുടെ ചിന്തകളിലെ പിഴവുകളൊക്കെ സത്യസന്ധമായി കണ്ടെത്തുക. 2, അവയെ ഓരോന്നായി മാറ്റിയെടുക്കാൻ ക്ഷമയോടെ ശ്രമിക്കുക. ഇതൊരു ദിവസം കൊണ്ട് നടക്കില്ല. അതുകൊണ്ട് 3ാമത്തെ ഘട്ടം, നിരന്തരമായ പരിശീലനമാണ് ആവശ്യം. കൂട്ടത്തിൽ അറിവ് നേടാനായി നല്ല പുസ്തകങ്ങൾ വായിക്കുകയും അതിനെപ്പറ്റി ചിന്തിക്കുകയും ചെയ്യുന്ന സ്വാധ്യായവും വേണം. ഇത് നമ്മളെ ഉള്ളിൽ നിന്നും ശുദ്ധീകരിക്കാനുള്ള ഒരു വഴിയാണ്. ഈയൊരു വാചകം ശരിക്കും കാര്യങ്ങൾ ഭംഗിയായി പറഞ്ഞു തരുന്നുണ്ട്. ഒരു സാധാരണ മനുഷ്യനിൽ നിന്ന് ഒരു ഉത്തമ പുരുഷനിലേക്കും ജീവാത്മാവിൽ നിന്ന് പരമാത്മാവിലേക്കുമുള്ള ദൂരം കുറയ്ക്കുന്നത് ഈ ആജീവനാന്ത സാധനയാണ്. ജീവിതം തന്നെ ഒരു പരിശീലന കളറിയായി കാണാൻ തുടങ്ങിയാൽ പിന്നെ ഓരോ അനുഭവവും നമ്മളെ പൂർണ്ണതയിലേക്ക് കൊണ്ടുപോകുന്ന പാഠങ്ങളായി മാറും. ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. ജീവിതത്തെ ഒരു പൂന്തോട്ടമായി സങ്കല്പിച്ചു നോക്കിയാലോ? വളരെ മനോഹരമായൊരു ആശയമാണിത്. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. നോക്കൂ, ഒരു നല്ല തോട്ടക്കാരൻ എന്താണ് ചെയ്യുക? അയാള് തന്റെ പൂന്തോട്ടത്തിലെ ഓരോ ചെടിക്കും എപ്പോൾ വെള്ളം വേണം, എപ്പോൾ വളം വേണം എന്നൊക്കെ കൃത്യമായി അറിയും. കളകൾ പറിച്ചുമാറ്റും. അതുപോലെ തന്നെയാണ് ഒരു കർമ്മയോഗിയും. തന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും, അത് കുട്ടികളുടെ പഠിപ്പായാലും ജോലിയായാലും ആരോഗ്യമായാലും സാമൂഹിക ബന്ധങ്ങളായാലും ഒന്നുപോലും വിടാതെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. ഒന്നിനു വേണ്ടി മറ്റൊന്നിനെ മറക്കാൻ പാടില്ല. എല്ലാത്തിനും അതിൻ്റെതായ പ്രാധാന്യം നൽകി മുന്നോട്ടു പോകുന്നതാണ് കർമ്മകുശലത. ഏതെങ്കിലും ഒന്നിനെ മാത്രം ശ്രദ്ധിച്ചാൽ എന്തു പറ്റും? ആ പൂന്തോട്ടം കാട് കയറും, അല്ലേ? ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. കുഴപ്പങ്ങളുണ്ടാകും. പക്ഷേ എല്ലാ കടമകളും ഒരുപോലെ ഭംഗിയായി കൊണ്ടു നടക്കുമ്പോൾ സമാധാനവും സന്തോഷവുമുള്ളൊരു ജീവിതം നമുക്ക് കിട്ടും. ആ പൂന്തോട്ടം എപ്പോഴും പൂത്തുലഞ്ഞു നിൽക്കും. ഇവിടെ നിന്നാണ് നമ്മൾ വളരെ ആഴത്തിലുള്ളൊരാശയത്തിലേക്ക് കടക്കുന്നത്. അതാണ് അനാസക്തമായ പ്രവൃത്തി. അതായത്, ലോകത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടുതന്നെ ഒന്നിനോടും ഒരുതരം അറ്റാച്ച്മെന്റ് ഇല്ലാതെ എങ്ങനെ ജീവിക്കാമെന്നുള്ളത്. ഇത് നമ്മുടെ ഭാരതീയ പാരമ്പര്യത്തിലെ വളരെ പ്രധാനപ്പെട്ടൊരു ചിന്തയാണ്. നമ്മുടെ പഴയ ജീവിതരീതി അനുസരിച്ച് ജീവിതത്തെ 4 ആശ്രമങ്ങളായി തിരിച്ചിരുന്നു: ബ്രഹ്മചര്യം, ഗൃഹസ്ഥം, വാനപ്രസ്ഥം, സന്യാസം. ആദ്യഘട്ടമായ ബ്രഹ്മചര്യത്തിൽ പഠനത്തിനാണ് പ്രാധാന്യം. ഗൃഹസ്ഥാശ്രമത്തിൽ ആ അറിവുവെച്ച് കുടുംബപരവും സാമൂഹികവുമായ എല്ലാ കടമകളും നിറവേറ്റുന്നു. പിന്നീട് വാനപ്രസ്ഥത്തിൽ പതിയെ ഉത്തരവാദിത്തങ്ങളെല്ലാം അടുത്ത തലമുറയെ ഏൽപ്പിച്ച് ലോകത്തിൽ നിന്ന് അകലാൻ തുടങ്ങുന്നു. അവസാനം സന്യാസത്തിൽ എല്ലാ കെട്ടുപാടുകളും ഉപേക്ഷിച്ച് മോക്ഷത്തിനായി ശ്രമിക്കുന്നു. ഇത് ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും എന്തു ചെയ്യണമെന്നും അവസാനം എങ്ങനെ എല്ലാത്തിൽ നിന്നും മുക്തനാകാമെന്നും കാണിച്ചുതരുന്ന ഒരു ബ്ലൂപ്രിന്റ് പോലെയാണ്. നമ്മുടെ പുരാണങ്ങളിലും ചരിത്രത്തിലുമൊക്കെ ഇതിന് ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ പറ്റും. യജ്ഞം പോലെ, അതായത് നിസ്വാർത്ഥമായ സേവനം ജീവിതവ്രതമാക്കിയ മഹാരഥന്മാർ,
കൊടുത്ത വാക്ക് പാലിക്കാൻ പാതാളത്തിലേക്ക് പോയ മഹാബലിയും ലോക നന്മയ്ക്കായി സ്വന്തം അസ്ഥികൾ വരെ ദാനം ചെയ്ത ദധീചി മഹർഷിയും ജന്മസിദ്ധമായ കവചകുണ്ടലങ്ങൾ ദാനം ചെയ്ത കർണനുമൊക്കെ ഒന്നിനെയും തിരികെ പ്രതീക്ഷിക്കാതെ കർമ്മം ചെയ്തതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളാണ്. പക്ഷേ ഒരു സംശയം വരാം. ഇതൊക്കെ പണ്ടത്തെ കാര്യങ്ങളല്ലേ? ഇന്നത്തെ ഈ തിരക്കുപിടിച്ച മത്സരങ്ങൾ നിറഞ്ഞ ജീവിതത്തിൽ ഇതിനെന്താണ് പ്രസക്തി? നമ്മുടെയൊക്കെ ജീവിതം ഒരു കുരുക്ഷേത്ര യുദ്ധം പോലെയാണ്. സ്വന്തക്കാരോടും സ്വന്തം ആഗ്രഹങ്ങളോടും വരെ നമുക്ക് പോരാടേണ്ടി വരും. അവിടെ വിഷാദിച്ചു നിന്ന അർജുനനോട് കൃഷ്ണൻ പറഞ്ഞത് ഒളിച്ചോടാനല്ല, മറിച്ച് നിന്റെ കടമ എന്താണോ അത് ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ പൂർണ്ണ സമർപ്പണത്തോടെ ചെയ്യാനാണ്. ആ ഉപദേശം തന്നെയാണ് കർമ്മയോഗം. ഇന്നത്തെ ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്ത് വിജയം നേടാനുള്ള ഏറ്റവും നല്ല വഴികാട്ടിയും അതുതന്നെയാണ്. അപ്പോൾ നമ്മുടെ മുന്നിൽ 2 വഴികളാണുള്ളത്. ഒന്നുകിൽ വെറുതെ ഇരുന്ന് ഓരോന്നാലോചിച്ച് കൂട്ടി ഉത്കണ്ഠയും മാനസിക ബലഹീനതയും രോഗങ്ങളും വരുത്തിവെക്കാം, അല്ലെങ്കിൽ കർമ്മയോഗത്തിന്റെ വഴി തിരഞ്ഞെടുക്കാം. അത് നമുക്ക് ആത്മവിശ്വാസം തരും, മനസ്സിനെ ശക്തമാക്കും, ജീവിതത്തിൽ വിജയം കൊണ്ടുവരും. കേട്ടിട്ടില്ലേ, ഒഴിഞ്ഞിരിക്കുന്ന മനസ്സാണ് ചെകുത്താന്റെ പണിപ്പുരയെന്ന്. എന്നാൽ ഏതെങ്കിലും പ്രവൃത്തിയിൽ മുഴുകിയിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ക്രിയേറ്റീവാകും, ദുഷിച്ച ചിന്തകൾക്ക് അവിടെ സ്ഥാനമില്ലാതാകും. ശരി, ഈ പറയുന്നതുപോലെ വൈദഗ്ധ്യത്തോടെയും അർപ്പണബോധത്തോടെയും ഈ വഴിയിലൂടെ പോയാൽ നമുക്ക് അവസാനം എന്താണ് കിട്ടുന്നത്? നമുക്ക് നോക്കാം. ഇതിന്റെ ഒരു ഭംഗി എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരേ സമയം 2 നേട്ടങ്ങളാണുണ്ടാവുന്നത്. ഒന്ന്, ചെയ്യുന്ന ജോലിയിൽ നമ്മൾ മിടുക്കരാവുന്നതുകൊണ്ട് പുറം ലോകത്ത്, അതായത് നമ്മുടെ കരിയറിലും ജീവിതത്തിലുമൊക്കെ വിജയം നേടാൻ സാധിക്കും. അതേസമയം ഫലത്തിൽ ആശ്രയിക്കാത്തതുകൊണ്ടും ഞാനാണിതൊക്കെ ചെയ്യുന്നത് എന്ന അഹങ്കാരമില്ലാത്തതുകൊണ്ടും നമ്മുടെ ഉള്ളിൽ ആഴത്തിലുള്ള, ആർക്കും തകർക്കാൻ പറ്റാത്തൊരു സമാധാനവും സംതൃപ്തിയും വളരും. ഇതാണ് കർമ്മയോഗം തരുന്ന ഏറ്റവും വലിയ സമ്മാനം. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഈയൊരു തത്വചിന്തയുടെ ആകെത്തുക എന്താണ്? കാര്യം ഇത്രയുള്ളൂ. നമ്മുടെ ഓരോ പ്രവൃത്തിയിലൂടെയും നമുക്ക് ജീവിതത്തിലെ ഏറ്റവും ഉയർന്ന തലത്തിലെത്താൻ സാധിക്കുമെന്ന ഒരു വലിയ തിരിച്ചറിവാണിത്. ഓരോ ജോലിയും ഒരു ഈശ്വരപൂജയായി മാറുമ്പോൾ ജീവിതം ഒരു ചുമടായി തോന്നില്ല. പകരം അതൊരു സന്തോഷമുള്ള ദിവ്യമായ ഒരു കളിയായി നമുക്ക് ആസ്വദിക്കാൻ പറ്റും.